നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ NDT എന്താണെന്ന് മനസ്സിലാക്കി. അതുകൂടാതെ അത് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ NDTയുടെ സർട്ടിഫിക്കേഷൻസിനെ കുറിച്ചും അത് ഏതൊക്കെ ഏജൻസീസാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നും കൂടാതെ ഒരു NDT സർട്ടിഫിക്കേഷൻസ് ഏറ്റവും എളുപ്പത്തിൽ ഒരു NDT സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ടറായിട്ട് മാറാൻ എങ്ങനെ സാധിക്കുമെന്നും നമുക്ക് നോക്കാം. നമുക്കറിയാവുന്ന പോലെ NDT is a technique which is used to evaluate the properties of a system, compound or a material without causing any damage to them. നമ്മുടെ മെറ്റീരിയലിനോ കോമ്പൗണ്ടിനോ സിസ്റ്റത്തിനോ യാതൊരുവിധ ഡാമേജും പറ്റാതെ, യാതൊരുവിധ തകരാറും പറ്റാതെ ആ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടീസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് നമ്മുടെ NDT. ഈ NDT നമുക്കറിയാം, NDT എയ്റോപ്ലെയിൻ, അതായത് വിമാനത്തിൻ്റെ മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട്, പെട്രോൾ കെമിക്കൽ മേഖലകളിൽ ഉപയോഗിക്കുന്നുണ്ട്, കൂടാതെ പല പല ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നുണ്ട്, പൈപ്പ് ലൈനുകളുടെ ഇൻസ്പെക്ഷൻ്റെ കാര്യങ്ങളിൽ, വഴിയുടെ ഇൻസ്പെക്ഷൻ്റെ കാര്യങ്ങളിൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും പല പല കാര്യങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പല പല ടെക്നിക്കുകളായിരിക്കും ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും ഇതിൻ്റെ ആപ്ലിക്കേഷൻ വൈഡാണ്. അത് ഇൻഡസ്ട്രിയൽ സൈഡിൽ മാത്രമല്ല, ബാക്കി പല പല കാര്യങ്ങളിലും നമ്മൾ ഈ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മെറ്റീരിയൽ എന്താണോ ചെക്ക് ചെയ്യാനിരിക്കുന്ന ആ മെറ്റീരിയലിന് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളും സംഭവിക്കുന്നില്ല എന്നത് തന്നെയാണ്. നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് അറിയേണ്ടത് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് തന്നെയാണ്. ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെങ്തോ അതിൻ്റെ കാലക്രമത്തിൽ അതിന് ഉണ്ടാവാവുന്ന എന്തെങ്കിലും ബലക്ഷയങ്ങളോ മനസ്സിലാക്കാൻ വേണ്ടി അതേ മെറ്റീരിയലിനെ ഡിസ്ട്രക്റ്റീവായിട്ട്, അതായത് അതിനെ വലിച്ചു പൊട്ടിച്ചോ അതിനെ ഞെക്കിപ്പരത്തിയോ പ്രഷർ കൊടുത്തോ അങ്ങനെ എന്തെങ്കിലും, അതുപോലെ വെതറിങ്, അതായത് വെള്ളം നനയിച്ചോ അതല്ലെങ്കിൽ തുരുമ്പെടുപ്പിച്ചോ എങ്ങനെയൊക്കെ ഇതിൻ്റെ മെറ്റീരിയലിന് ഡാമേജ് വരുന്ന രീതിക്ക് ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡുകളാണ് ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ്. ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിംഗ് എന്തുകൊണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിക്ക് തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതുതന്നെയാണ് NDTയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു NDT ടെക്നീഷ്യൻ ആവണമെങ്കിൽ നമുക്ക് ഇതിനോടുള്ള അറിവുകൾ മാത്രമല്ല, കൃത്യമായ സർട്ടിഫിക്കേഷൻസും ആവശ്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഈ മേഖലയിൽ നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഈ മേഖലയിലെ സ്റ്റാൻഡേർഡുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ മേഖലയിലെ എത്തിക്സുകൾ, നമുക്ക് ഈ മേഖലയിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനോടുള്ള അറിവിനോടൊപ്പം തന്നെ സർട്ടിഫിക്കേഷനും ആവശ്യമാണെന്ന് പറയാനുള്ളതിൻ്റെ ഏറ്റവും വലിയ കാരണം, നമുക്ക് ഈ മേഖലയിലെ സ്റ്റാൻഡേർഡുകൾ, ഏതൊക്കെ ജോയിൻറ്റുകൾ, ഏതൊക്കെ അളവ് വരെ, ഏതൊക്കെ ക്രാക്കുകൾ, ഏതൊക്കെ അളവ് വരെ നമുക്ക് അളവുകൾ അംഗീകരിക്കാൻ പറ്റും, ഏതൊക്കെ അളവ് വരെയുള്ള ക്രാക്കുകൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റും, ഏതൊക്കെ അളവ് വരെ നമുക്ക് ബുദ്ധിമുട്ടുകളില്ല, അതൊക്കെ ഓക്കെയാണ്, ഇത് ഓക്കെ അല്ല, ഇത് തിരിച്ചറിയണമെങ്കിൽ ഇവിടുത്തെ സ്റ്റാൻഡേർഡുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതോടുകൂടി ഈ മേഖലയിലെ എത്തിക്സുകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡായിട്ടുള്ള ഏതൊരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുമ്പോഴും അവർ പാലിക്കുന്ന സ്റ്റാൻഡേർഡിന് ഉതകുന്ന ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മളെ കൃത്യമായി റെക്കഗ്നൈസ് ചെയ്യാൻ ആ കമ്പനികൾക്ക് പറ്റും. അതല്ലാത്ത പക്ഷം നമ്മൾ എത്രത്തോളം ഈ മേഖലയ്ക്ക് നമ്മൾ ഓക്കെ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ട് തന്നെ NDTയുടെ സർട്ടിഫിക്കേഷൻ എന്തുകൊണ്ടും മസ്റ്റാണ് നമുക്കൊരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ. ഈ മേഖലയിൽ ഏറ്റവും സജീവമായ സർട്ടിഫിക്കറ്റുകൾ നോക്കുമ്പോൾ ASNDയുടെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3, PCN, CSIP, API തുടങ്ങിയ സർട്ടിഫിക്കറ്റുകളാണ് ഏറ്റവും അധികം നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ. ഇവയ്ക്ക് ഓരോന്നിനും പ്രത്യേകതകളുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന 2 സർട്ടിഫിക്കേഷൻസ് ASNDയുടെ ലെവൽ 1, ലെവൽ 2, CSIPുമാണ്. അതിൽ ASNDയുടെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 സർട്ടിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ASND ലെവൽ 1 സർട്ടിഫിക്കേഷനിലൂടെ നമുക്കൊരു സൂപ്പർവൈസർ ലെവലിലേക്കുള്ള ഒരു മേൽനോട്ടത്തിലുള്ള ഒരു അധികാരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം ലെവൽ 2 സർട്ടിഫിക്കേഷനാണ് നമ്മൾ നേടുന്നതെങ്കിൽ നമുക്ക് ആ ജോയിൻറ്റുകൾ, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഏത് മെറ്റീരിയലാണോ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ആ മെറ്റീരിയൽ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇൻസ്പെക്ടർ ആവാനുള്ള ഒരു അറിവ് നമുക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കത് ഈ ഞാൻ കണ്ട ഇൻഫറൻസ് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ, കൃത്യമായിട്ട് രേഖയിലാക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് NDT ലെവൽ 3 ആക്കാൻ സാധിച്ചാൽ, NDT ലെവൽ 2വിന് ശേഷം എക്സ്പീരിയൻസിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും നമുക്ക് NDT ലെവൽ 3 ആവാൻ സാധിച്ചാൽ നമുക്ക് പുതിയ കമ്പനികളുടെയും
എക്സിസ്റ്റിംഗ് ആയ കമ്പനികളുടെയും NDT സ്റ്റാൻഡേർഡുകളും പ്രൊസീജിയറുകളും കൃത്യമായി എഴുതി അവർക്ക് നൽകാനും അതുപോലെ തന്നെ NDT ലെവൽ 1 ലെവൽ 2 സർട്ടിഫിക്കേഷൻ സൈൻ ചെയ്യാനും ഇതിൻ്റെ റിന്യൂവേഷനും നമുക്ക് അതോറിറ്റി ലഭിക്കുന്നതാണ്. NDT ഉപയോഗിക്കുന്ന കമ്പനികളുടെ ട്രെയിനിങ് സെക്ഷനുകളിലും കൂടാതെ ആ കമ്പനികളുടെ പ്രൊസീജിയറുകളിലുമായിരിക്കും ഏറ്റവും അധികം സാധ്യതകൾ ഉണ്ടാവുക. ഒരു NDT സർട്ടിഫൈഡ് സൂപ്പർവൈസറോ ഇൻസ്പെക്ടറോ ആവുവാൻ വേണ്ടി നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യമുണ്ട്, പ്രോപ്പറായ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട്, എത്തിക്സുകൾ പഠിക്കേണ്ടത് ആവശ്യമായി വരും, കൂടാതെ പ്രാക്ടിക്കൽ നോളജ്, അതുകൂടാതെ ഇൻഡസ്ട്രിയൽ നോളജ്, ഇത്തരം കാര്യങ്ങളിലുള്ള അറിവുകൾ അനുസരിച്ച് തിയറിറ്റിക്കൽ എക്സാമുകൾ ഉണ്ടാവും, അതുകൂടാതെ പ്രാക്ടിക്കൽ എക്സാമുകൾ ഉണ്ടാവും. ഇതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് NDT സർട്ടിഫിക്കേഷൻസ് ലഭ്യമാകുന്നത്. നിങ്ങളൊരു സർട്ടിഫൈഡ് NDT പ്രൊഫഷണൽ ആകുമ്പോൾ ഒരു NDT സൂപ്പർവൈസറോ ഒരു NDT ഇൻസ്പെക്ടറോ സർട്ടിഫൈഡ് ആവണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ എഡ്യൂക്കേഷൻ്റെ ആവശ്യമുണ്ട്, തിയറിറ്റിക്കൽ നോളജിൻ്റെ ആവശ്യമുണ്ട്, പ്രാക്ടിക്കൽ നോളജിൻ്റെ ആവശ്യമുണ്ട്, ഇൻഡസ്ട്രിയൽ നോളജിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ പ്രൊഫഷണലിസം എന്താണെന്നും കൃത്യമായ പ്രൊഫഷണലിസവും കൃത്യമായ എത്തിക്സും എന്താണെന്നും കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരുപാട് നല്ല ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. കൃത്യമായി അത്തരത്തിലുള്ള അറിവുകൾ ലഭ്യമാക്കി നല്ല ഒരു NDT പ്രൊഫഷണലായി കൃത്യമായ സർട്ടിഫിക്കേഷനുകൾ നേടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നമുക്ക് NDTയുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.